ദി ബാരൻ വുമൻ, വന്ധ്യയായ സ്ത്രീ. സങ്കീർത്തനം 68 തന്നെയാണ് എടുക്കുന്നത്. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. സംശയമില്ല, ദൈവത്തിനെ ആർക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ദൈവം കഴിഞ്ഞ ദിവസം പറയിപ്പിച്ചതുപോലെ കർത്താവ് ആജ്ഞ കൊടുക്കും. എപ്പോഴ്? ഞാൻ ദൈവസന്നിധിയിൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ. നമുക്ക് തന്നെ പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യെങ്കിൽ പ്രാർത്ഥന അറിയാവുന്നവരുടെ സഹായം ചോദിക്കണം. നമുക്ക് ഫോണുണ്ടല്ലോ, ഒരാളെങ്കിലും ദൈവം കൂട്ടിന് തരും. ആ ടൈമിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ചിലരെ തരും. അതാ പറയുന്നത് സൈന്യങ്ങളുടെ യഹോവയാണ് ആജ്ഞ കൊടുക്കുന്നത്. അപ്പം ശത്രുക്കൾ ചിതറിപ്പോകും, സംശയമില്ല. വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടും. അതായത് ബൂട്ടി അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞിട്ടുള്ള സകല കൊള്ളയും നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വരും. നമ്മുടേതാണ് അവൻ പിടിച്ചെടുത്തുകൊണ്ട് പോയത്. അപ്പം ഇപ്പം തിരിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ആർ ഓൺ എ ഹോളി വാർ. ഒരു വിശുദ്ധ യുദ്ധത്തിലാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നിൽക്കുന്നത്. ദൈവമക്കൾക്ക് എല്ലാവർക്കും ഇതുണ്ട്. ആരും പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അറിയണ്ട എന്ന് വിചാരിച്ച് ഇത് പ്രയാസമാണ്. ചിലർ അറിയോ പിശാചെന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല, അങ്ങനത്തെ ഒരു പഠിപ്പീരുണ്ട്. പിന്നെ ക്രിസ്തു 1/3 1/3 ശുശ്രൂഷ അന്ധകാരശക്തി അടിച്ചു മാറ്റുക എന്നുള്ള ജോലിയാണ് യേശു ചെയ്തത്. പൂർണ്ണമായിട്ട് യേശു വന്ന് ദുഷ്ടൻ്റെ പ്രവൃത്തികളെ അഴിച്ചു മാറ്റി ഇല്ലാതാക്കി നമ്മളെ വീണ്ടും പിതാവിലേക്ക് ആക്കാനാണ്. അപ്പോൾ ഈ മർമ്മമായ സത്യങ്ങൾ അറിയാതെ നമ്മുടെ സ്വയബുദ്ധിയിൽ ഞാൻ ദൈവമെന്ന് പറഞ്ഞിരുന്നാൽ ഒരു കാര്യവും നേടത്തില്ല. വിനയപ്പെട്ട് ദൈവസന്നിധിയിൽ വരിക. അപ്പോൾ ഇന്ന് ഈ വിശുദ്ധ യുദ്ധത്തിൽ 2 തരത്തിലുള്ള മക്കളുണ്ട്. ഒന്ന് ദൈവമക്കൾ, 2 പിശാചിൻ്റെ മക്കൾ. അതാ പറയുന്നുണ്ടല്ലോ, ഫാരിസീസിനെയും സാദൂക്യന്മാരെ നോക്കി വെച്ച് പറയും നിങ്ങളുടെ അപ്പൻ ദുഷ്ടൻ തന്നെയാണ്, പിശാചിൻ്റെ മക്കളാണെന്ന്. എത്ര ധൈര്യമായിട്ട് അന്നത്തെ വലിയ ആളുകളോട് യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞത്. ഹി കുഡ് സീ ദ ഇൻസൈഡ്. നമ്മളെയൊക്കെ നോക്കുമ്പോൾ ദൈവം നോക്കുന്നത് നമ്മുടെ ഉള്ളിൽ അവൻ്റെ തന്നെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടോയെന്നാണ്, ദൈവത്തിൻ്റെ തന്നെ. അത് ഏകജാതനായ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കൊണ്ട്, അതാണ് ആ ഫോട്ടോ കോപ്പി ആയിരിക്കണം, അല്ലെ അതിനകത്ത് നമ്മൾ വരണം. ആ ജീൻ തന്നെ ആയിരിക്കണം നമ്മൾ. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതു സൃഷ്ടിയായി എന്ന് പറയുന്നത്. അപ്പം യുദ്ധം ദൈവമക്കളും അന്ധകാരശക്തിയുടെ മക്കളും തമ്മിൽ. അപ്പം ഗോഡ്സ് ചിൽഡ്രൻ ആർ വൺ സൈഡ്, ഡെവിൾസ് ചിൽഡ്രൻ ആർ വൺ സൈഡ്. സംഖ്യ എത്തുന്നല്ലോ. ഒരു വിശുദ്ധനുണ്ടെങ്കിൽ 10,000 പേരെ ഇല്ലാതാക്കാൻ ദൈവത്തിന് ഒരു ദൂതനെ കൊണ്ട് 1,86,000 പേരെ കൊന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സംഖ്യയിലല്ല, എത്രമാത്രം ദൈവത്തോട് നമുക്ക് അടുപ്പമുണ്ട്, ബന്ധമുണ്ട് എന്നാണ് ദൈവം നോക്കുന്നത്. അങ്ങനെയെങ്കിൽ ഐ സ്റ്റാർട്ട് വിത്ത് ദ ഡിക്ലറേഷൻ. നമുക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. എല്ലാ ദുഷ്ടൻ്റെ വശീകരണ ശക്തി, കണ്ണുകെട്ടൽ, ബുദ്ധിഭ്രമം, കൂടോത്രം, ഭയം, രോഗം എല്ലാം പിശാചിൻ്റെ തന്ത്രവും അഴിഞ്ഞു പോകട്ടെ. ഏതാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് വിപരീതമായിട്ട് കളിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ പരിശുദ്ധാത്മാവിൻ്റെ തീയിറക്കിയിട്ട് അതിനെ പുറത്തെടുത്ത് വെട്ടിമാറ്റി തീക്കൊണ്ടത്തിലിട്ട് നശിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ ബുദ്ധിമണ്ഡലത്തിലെ ചിന്തകൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വരും. അതായത് നല്ല ചിന്തകളും വരും, അഴുക്ക് ചിന്തകളും വരും. ഈ വചനം കേട്ടിട്ട് എന്നാ ഇപ്പോൾ ആവശ്യം? വചനം കേൾക്കുന്നതുകൊണ്ട് എന്നാ ഗുണം? ഒരുപക്ഷെ നമുക്കല്ലെങ്കിൽ വേറൊരാൾക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കാൻ പ്രയോജനപ്പെടും. നമ്മൾ കുറേ ഉപദേശം കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സത്യ വെളിച്ചത്തിൽ ഒരു വചനമാണ് കൊടുക്കുന്നതെങ്കിൽ അത് മതി, ഒരൊറ്റ വാക്യം മതി, ഒരു വാക്ക് മതി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ യേശുക്രിസ്തു ഒത്തിരി കാര്യങ്ങളൊന്നും ഒരു ദിവസം ചെയ്യുന്നില്ല. ചിലപ്പം ബെഥസ്ദാ കുളത്തിലുള്ള ഒരുവനെ മാത്രം രക്ഷിക്കാനായിട്ടായിരിക്കും അന്ന് പോയത്, ഒരാൾ പിതാവ് പറഞ്ഞതനുസരിച്ച് എന്ന് പറഞ്ഞ പോലെ. നമ്മൾ ഈ ലോകം മുഴുവനും നേടിയെടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അന്നന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിജയത്തോടെ. അപ്പം ഈ സമയം ആ പ്ലാനുകൾ, ദുഷ്ടൻ്റെ പ്ലാനുകൾ, ദുഷ്ടൻ്റെ ആലോചന, അവൻ കരുതിക്കൂട്ടി വെച്ചിരിക്കുന്ന ഡേറ്റുകൾ, അവൻ ദുഷ്ടത ചെയ്യാനായിട്ട് ആളുകളെ കൂട്ടുന്നത്, അവൻ്റെ ചിന്തകളെല്ലാം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ നിഷ്ഫലമാക്കുകയാണ്. അത് ഇൻ ഇറ്റ്സ് കൺസെപ്ഷൻ ഉണ്ടാകുന്നതിന് മുൻപേ കരിഞ്ഞു പോകട്ടെ. അത് പറയാൻ അധികാരമുണ്ട്. ബി ഹോളി. ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വിളിച്ചു പറയാൻ പോകണം. അപ്പം ദർ ആർ 2 types ഓഫ് വിമൻ ഇൻ ദ ബൈബിൾ. വേദപുസ്തകത്തിൽ 2 തരത്തിലുള്ള സ്ത്രീകളെക്കുറിച്ച് പറയുന്നു. ഒന്ന് 68:12 പറയുന്നത് പോലെ വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു. അതെന്താ? വീട്ടിൽ അവൾ പുറത്ത് പോയിട്ടില്ല. ഷീ ഈസ് ആക്ച്വലി ഇൻസൈഡ് ദ ഹൗസ്. അതായത് അതിന് എക്സാമ്പിള്
നമ്മൾ യോഹന്നാൻ്റെ 15-ാം അധ്യായത്തിൽ പറയുന്നു ക്രിസ്തു മുന്തിരിയും നമ്മൾ വള്ളികളുമാണെന്ന്. ആ ഒരു മുന്തിരിയുടെ വള്ളിയാകുന്ന ക്രിസ്തു ഓടി ഓടി നടക്കുന്നില്ല. അത് ഇറ്റ് ഈസ് സ്റ്റേബിൾ. ഒരു സ്ഥലത്ത് അത് സ്ഥാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ശാഖ ലോകം മുഴുവനും പടരാൻ കഴിവുണ്ട്. ഇത് ദൈവം നമ്മളെ മനസ്സിലാക്കാൻ ഒരു മുന്തിരിയോട് നമ്മളെ ഉപമിച്ച് കാണിക്കുന്ന ക്രിസ്തുവിനൊക്കെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും യേശു ക്രിസ്തു നമ്മളെ വചനങ്ങൾ പഠിപ്പിക്കാൻ നേരത്തെ ഒരു കർഷകൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ, വ്യവസായയുടെ രൂപത്തിലൊക്കെ നമ്മളെ, അല്ലെങ്കിൽ ഒരു മീൻപിടുത്തക്കാരനെ പോലെയൊക്കെ നമ്മളെ വന്ന് പഠിപ്പിക്കും. ദർ ഈസ് ഡീപ്പർ മീനിങ് ഇൻ ഇറ്റ്. ഇതിലെല്ലാം അധിക ശക്തിയുണ്ട്. അപ്പം രണ്ട് തരത്തിലുള്ള, ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട സാമർഥ്യമുള്ള സ്ത്രീ വീട്ടിനകത്തിരുന്നു കൊണ്ട് മുന്തിരിയാകുന്ന ക്രിസ്തുവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പ്രാപിച്ചെടുക്കാൻ കഴിവുള്ളത്. നമ്മൾ പുറത്ത് പോകാതിരിക്കത്തില്ല, പുറത്ത് പോകും. പക്ഷെ ഈ വേരാകുന്ന മുന്തിരിയെ നമ്മൾ മാറുന്നില്ല. അത് മാറുമ്പോഴാണ് അബദ്ധം പറ്റുന്നത്. ചില ആടുകൾ, 100 ആടുകളുള്ളതിനകത്ത് ഒരെണ്ണം ചാടി ഇറങ്ങി പുറത്തു പോകുമെന്ന് പറഞ്ഞല്ലോ. ഒരെണ്ണത്തിനെ ഒറ്റയാക്കി കിട്ടിയാൽ കുറുക്കൻ അതിനെ കൊല്ലും, നശിപ്പിക്കും. സിംഹം അതിനെ ഏറ്റെടുക്കും, അല്ലെ കടുവ വന്ന് തിന്നുപോകും. നിമിഷമില്ലാത്ത സത്യമാണ്. പക്ഷേ ഈ ഒരെണ്ണത്തിനെ അതായത് ഒരെണ്ണത്തിനെ, ബലഹീനനായ ഒരെണ്ണത്തിനെ പുറത്ത് ചാടിക്കുക എന്നുള്ളത് പിശാചിൻ്റെ തന്ത്രമാണ്. ചിലപ്പോൾ വലിയ കഴിവുണ്ടെന്ന് തോന്നിക്കുന്നവനെയും കൊണ്ടുപോകും. അപ്പം നമ്മളോട് ദൈവം പറയുന്നത് 2 തരത്തിലുള്ള സ്ത്രീകളുണ്ട്. ഒന്ന് സാമർഥ്യമുള്ളവൾ, വീട്ടിനകത്ത് കൊള്ളയെടുക്കുന്ന, മറ്റ് വന്ധ്യയായ സ്ത്രീ. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ബാരൻ വുമൺ, അല്ലെ വന്ധ്യയായ സ്ത്രീയെക്കുറിച്ച് സദൃശ്യവാക്യം 30-15-17 ഇങ്ങനെയാണ്: തരിക എന്ന് പറയുന്നവൾ, ഒരിക്കലും തൃപ്തി വരാത്തവൾ, മതി എന്ന് പറയാത്തവൾ, പാതാളവും വന്ധ്യതയുടെ ഗർഭപാത്രവും, വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും, മതി എന്ന് പറയാത്ത തീയും തന്നെ. എന്താണ് വചനം പറയുന്നത് വ്യക്തമായിട്ട്? തരിക. എത്ര കിട്ടിയാലും, ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ. ഞാൻ ചോദിക്കുന്നു, ഇനി എന്ത് കൊടുത്താലാണ് അവരെ സ്നേഹിപ്പിക്കാൻ ഒക്കുന്നത്? എന്ത് കൊടുത്താൽ അവരൊന്ന് ചിരിക്കത്തില്ല. അവർ എല്ലാം ദൈവം കൊടുത്താലും ചിരിക്കത്തില്ല. അപ്പം തരുന്ന എന്ന് പറയുന്നത് ഒരിക്കലും തൃപ്തിയില്ലാത്തവൾ, മതിയെന്ന് പറയാത്തവൾ. അതെങ്ങനെയുള്ളവരാ? പാതാളത്തിനോടും വന്ധ്യതയുള്ള ഗർഭപാത്രമുള്ളവളോടുമാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. പാതാളം എന്തുവാ? എത്ര കിട്ടിയാലും പോരാ. അതുപോലെ ഉണങ്ങി വരണ്ട ദേശം, ആ ഭൂമിയിലോട്ട് വെള്ളം ഒഴിച്ചാൽ കാണുമോ? അത് ജസ്റ്റ് ഡ്രൈസ് അപ്പ്. അതുപോലെ തീ എത്ര കിട്ടിയാലും പോരാ, ഇട്ടതാന്ന് പറഞ്ഞ് അതെന്തെല്ലാം വിഴുങ്ങിക്കളയുന്നു ഇല്ലേ? അങ്ങനെ അതിനോട് കമ്പയർ ചെയ്യാണ് വന്ധ്യയായ ഗർഭപാത്രമുള്ള സ്ത്രീ. അതായത് ഒരു ഗുണവുമില്ലാത്ത ഗർഭപാത്രം, ഒന്നും അവളിൽ നിന്നുണ്ടാകാൻ പോകുന്നില്ല. വേദപുസ്തകത്തിൽ വന്ധ്യയായ സ്ത്രീയെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 1:7 പറയുന്നുണ്ട്. അത് എലിസബത്തിനെ കുറിച്ച്. എലിസബത്ത് മച്ചിയായിരുന്നു, അതിനാൽ അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നോക്കുമ്പം സാറായെക്കുറിച്ചൊന്ന്, സാറ മച്ചിയായിരുന്നു. കാരണം സാറായിക്ക് മക്കളുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഹാഗാറിനെ വിളിച്ചിരുത്തി കുഞ്ഞുണ്ടാകട്ടെ എന്ന് ചിന്തിച്ച് ഇസ്മായിലിനെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ ദൈവം തമ്പുരാൻ കന് സാറയുടെ മരുമോളാകുന്ന റിബേക്കയെക്കുറിച്ച് ഉൽപ്പത്തി 25:21 പറയുന്നു, റിബേക്ക മച്ചിയായിരുന്നു. അസഹാക്ക് പ്രാർത്ഥിച്ചു, ദൈവം അവളുടെ ഗർഭം തുറന്നു കൊടുത്തു. എന്നാൽ പോട്ടെ, സാറാ മച്ചി, റിബേക്ക മച്ചി, റിബേക്കയുടെ മരുമോൾ റാഹേൽ മച്ചിയായിരുന്നു എന്ന് ഉൽപ്പത്തി 29:31 പറയുന്നു. അപ്പോൾ ഈ നമ്മുടെ വലിയ മച്ചിമാരെല്ലാം വിശ്വാസത്തിൽ വന്നവർ ഒക്കെ ഗർഭപാത്രം അടഞ്ഞവരായിരുന്നു. അത് ദൈവം ചിലരുടെ ഗർഭപാത്രം അടയ്ക്കുന്നതായിട്ട് കാണാം. അത് ഒന്ന് റാഹേൽ, ദൈവം അവളുടെ, അതായത് യാക്കോബിന് തൻ്റെ ഭാര്യയായ റാഹേലിനോട് കൂടുതൽ ഇഷ്ടവും ലേയയോട് ഇഷ്ടമില്ല, അപ്രീതിയായിരുന്നതിനാൽ റാഹേലിൻ്റെ ഗർഭപാത്രം അടച്ചിട്ട് ലേയയുടെ തുറപ്പിക്കുന്നതായിട്ട് വചനം വായിക്കുന്നു. പിന്നെ ഹന്നായുടെ ഗർഭപാത്രം അടച്ചിരിക്കുകയായിരുന്നു. ഹന്നായുടെ ഹസ്ബൻഡിൻ്റെ എൽക്കന്ന എന്ന് പറയുന്ന ആൾക്ക് 2 ഭാര്യമാർ. ഒന്ന് ഹന്ന, മറ്റേ പെനീനയ്ക്ക് ഇഷ്ടംപോലെ മക്കളുണ്ട്, ഹന്നായ്ക്കോ മക്കളില്ല. ഭർത്താവ് എന്നും ആലയത്തിൽ വർഷത്തിലൊരിക്കൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് കിട്ടുന്നതിൻ്റെ നല്ലൊരു വീതം ഇവൾക്ക് കൊടുത്തേച്ച് ഇവളുടെ ദുഃഖം മാറ്റാൻ വേണ്ടി. പക്ഷെ ഇവളോട് പറയുന്നുണ്ട്, നീ എന്തിനാ വേദനിക്കുന്നത്? ആ 10 പുത്രന്മാരെക്കാട്ടിൽ എനിക്ക് നിന്നെയല്ലേ കൂടുതൽ ഇഷ്ടമെന്ന്. ഏത് സ്ത്രീയാണ് വന്ധ്യയായ സ്ത്രീയോട്, ഏത് സ്ത്രീയോട് അങ്ങനെയുള്ള വാക്ക് കേട്ട് അവരെ ബലപ്പെടുത്താൻ ഒക്കുന്നില്ല. ഇവളുടെ ദുഃഖം കൂടി വന്ന് ഇവിടെ ആലയത്തിൽ വന്നിരുന്ന് കരയാൻ തുടങ്ങി. രാവിലെ വന്ന് കരഞ്ഞു കണ്ടിട്ട് ഏലി പ്രവാചകൻ ചോദിക്കുന്നത്, എന്ത് നീ ലഹരി പിടിച്ചവളെ പോലെ വന്നിരിക്കുന്നു?
അല്ല, അയ്യോ ഞാനൊരു ദൂഷ്യ സ്ത്രീ അല്ല, അങ്ങനെ എന്നെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞപ്പം പ്രവാചകൻ അവളെ ബ്ലെസ് ചെയ്യുന്നതായിട്ട് കാണും. അപ്പം നമ്മൾക്ക് മനസ്സിലാക്കാം, കർത്താവ് ഗർഭം അടച്ചവരുണ്ട്, എന്നാൽ ഈ സാറ, റെബേക്ക, റാഖേൽ ഇവരുടെയൊക്കെ ഗർഭപാത്രം ദൈവം പിന്നെ തുറന്നു കൊടുക്കുന്നുണ്ട്. റാഖേലിൻ്റെ തുറന്നു, ഹന്നായുടെ തുറന്നു. ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തിൽ നല്ലവനും നല്ലൊരു പ്രവാചകനും ഒരു പുരോഹിതനും ആയിട്ട് ജോലി ചെയ്ത ഒരാളാണ് സമൂവേൽ. അപ്പോൾ സാമുവേലിനെ പോയിട്ട് നല്ലൊരു പ്രവാചകൻ വേദപുസ്തകത്തിലില്ല. അത്രമാത്രം ഒരു തെറ്റും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. വന്ധ്യയായി മരിച്ച സ്ത്രീകളുണ്ട് വേദപുസ്തകത്തിൽ. അതായത് ദാവീദിൻ്റെ ആ ഭാര്യയാകുന്ന മീഖാൾ എന്ന് പറയുന്നവൾ പിന്നെ ശൗലിൻ്റെ മകളാണ്. ദാവീദ് പെട്ടകം കൊണ്ടുവന്നപ്പോൾ മേൽവസ്ത്രം മാറ്റി വെച്ച് ഡാൻസ് ചെയ്ത് വന്നപ്പം രാജാവ് തൻ്റെ വസ്ത്രം മാറ്റി നഗ്നതയാക്കിയെന്നും പറഞ്ഞ് അവൾ കളിയാക്കിയപ്പോൾ ദൈവത്തിൻ്റെ കോപം അവളുടെ മേൽ വീണു. അവൾ മരിച്ചത് വന്ധ്യയായിട്ട് തന്നെ. അങ്ങനെ വന്ധ്യയായ സ്ത്രീകളുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദപുസ്തകത്തിൽ വന്ധ്യയായ സ്ത്രീകളെക്കുറിച്ച് പറയുന്നു, എന്നാൽ സാമർഥ്യമുള്ള സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് അവൾ വീട്ടിനകത്ത് തന്നെയായിരുന്നു. സാമർഥ്യമുള്ള സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, സൗന്ദര്യം വ്യർത്ഥവും ലാവണ്യം വ്യാജ്യവുമാണ്. എന്നാൽ യഹോവ ഭക്തിയുള്ള സ്ത്രീയോ അവളെ പട്ടണത്തിൽ അവളെക്കുറിച്ച് പ്രശംസിക്കുന്നു. ഭർത്താവ് അവളുടെ ഹൃദയത്തിൽ ആശ്രയിക്കുന്നു. ഭർത്താവ് അവളുടെ ഹൃദയത്തിൽ ആശ്രയിക്കുന്ന എത്ര കുടുംബം ഇപ്പോൾ ഉണ്ട്. നമ്മുടെ തലമുറ കഴിഞ്ഞിട്ട് അടുത്ത തലമുറയിലേക്ക് വരുമ്പം ഭാര്യ ഭർത്താക്കന്മാർ എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. അതുപോട്ടെ, ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺപിള്ളേരൊക്കെ കല്യാണമേ വേണ്ട എന്ന് പറയുന്നു. 1. 2, കല്യാണം കഴിച്ചാൽ തന്നെ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഉടമ്പടി എഴുതി വെക്കും. ഇൻ കേസ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇത്ര ലക്ഷം, ഇത്ര കോടി രൂപ എനിക്ക് തന്നിരിക്കണം. ആ ബേസ് ചെയ്തിട്ടാണ് കല്യാണം നടത്തുന്നത്. എവിടെ? വേർ ഇസ് ദ ഫെയ്ത്ത്ഫുൾനെസ്? എവിടെയാണ് ട്രസ്റ്റ്? മാറിപ്പോയെന്ന ലോകത്തിൽ വന്ധ്യയായ സ്ത്രീകളെപ്പോലെ കുറേ സ്ത്രീകളായാൽ എന്ത് ദൈവരാജ്യത്തിന് എന്ത് പ്രയോജനം? നമുക്ക് പ്രാർത്ഥിക്കാം, നാഥ ഈ ദുഷ്ടത ഹൃദയം ഞങ്ങളിന്ന് എടുത്തു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ കാര്യപ്രാപ്തിയുള്ള സാമർഥ്യമുള്ള സ്ത്രീകളെ പോലെ ആയിത്തീരുവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടും എപ്പോഴാണ്? നിനക്ക് എപ്പോൾ ദൈവത്തെ എഴുന്നേൽപ്പിക്കാൻ കഴിവുണ്ടോ അപ്പോൾ ശത്രുക്കൾ ചിതറും, സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടും. സദൃശ്യവാക്യം 31 എന്ത് മനോഹരമായിട്ടാണ് ഒരു സ്ത്രീയെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൽ 31 അധ്യായത്തിൽ സാമർഥ്യമുള്ള സ്ത്രീ എന്ന് പറയുന്നത് അവൾ 14 പറയുന്നുണ്ട്, ജ്ഞാനമുള്ള സ്ത്രീയെ വീട് പണിയുന്നു, 7 തൂണുകൾ കൊണ്ടേ അവൾ വീട് പണിതിടുന്നു, ഭോഷത്വമുള്ളവളോ അതിനെ പൊളിച്ചു കളയുന്നു. ഇതൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കതിരെ കൊണ്ട് വളമിടുന്നത് പോലെ ആകാതെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മൾ പഠിപ്പിക്കാൻ മറന്നുപോയതിനാൽ അമ്മമ്മപ്പന്മാർ ചെയ്യാത്തതിനാൽ അടുത്ത തലമുറ മുഴുവൻ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത തലമുറയെ നോക്കി നമ്മൾ കുറ്റം പറയും. നമ്മുടെ മേലാണ് ആ ചോദ്യം വരുന്നത്. നമ്മൾ എന്തുമാത്രം വിശ്വസ്തത. സമയം മാറിപ്പോയിട്ടില്ല, നമുക്കിപ്പോൾ വേണേലും പ്രാർത്ഥിക്കാം. ഇതിനായിട്ട് സാമർഥ്യമായി സദൃശ്യവാക്യത്തിൻ്റെ വാക്യം 31:10 സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. എന്താ ഭാര്യമാർ പറയും, നിങ്ങൾ വന്ന് എനിക്ക് അത് തികയുന്നില്ല, ഇത് തികയുന്നില്ല, എനിക്കതിനില്ല, കാശില്ല. എന്തിനാ ഈ ഭർത്താക്കന്മാരോട് ദൈവത്തോട് ചോദിച്ച് സ്വർഗത്തിൽ നിന്ന് കിഴി പോലെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടു തരത്തില്ലേ? പകർന്നുകൊടു. നിൻ്റെ ഹൃദയം പകരുന്നത് ദൈവത്തോടായിരിക്കണം. ഹന്ന ഭർത്താവിൻ്റെ മുമ്പിൽ കിടന്ന് ഹൃദയം പകർന്നിട്ട് എന്നാ ഗുണമുണ്ട്? ഒരു ഗുണം ഉണ്ടായില്ല. അവസാനം അവൾ ആലയത്തിൽ ഒരു ആശ്രയം, പെനിന്നയുടെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവൾ ആലയത്തിൽ വന്ന് നിലവിളിച്ചപ്പോൾ എലിപ്രവാചനെ കൊണ്ട് പറയിപ്പിച്ചെന്നേ ഉള്ളൂ. അതുപോലെ നമുക്കും പറയാൻ അവകാശമുണ്ട്. പ്രായമുള്ള സ്ത്രീകളെ, ചെറുപ്പക്കാരെ ഉപദേശിക്കണമെന്നും പഠിപ്പിക്കണമെന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ജ്ഞാനമുള്ള സ്ത്രീ ആരാണ്? ജ്ഞാനമുള്ള സ്ത്രീകളെ നമ്മൾ തന്നെ ഇതുമാത്രം പരിജ്ഞാനത്തിലാണ് നമ്മൾ ഈ വചനം എടുത്ത് പറയുന്നത്. കാരണം വചനം എടുത്ത് അനലൈസ് ചെയ്ത് ദൈവത്തോടു കൂടെ ഇരുന്ന് അത് പല ഭവനങ്ങളിൽ വന്ന് കൊള്ളുന്നെങ്കിലും അത് എത്ര പേരത് നല്ല വൃക്ഷമായിട്ട് കളിപ്പിക്കുന്നുണ്ട്. എൻ്റെ ജോലി നല്ല വിത്ത് നല്ല നിലത്തേക്ക് എറിയുക എന്നുള്ളതാണ്. അത് വിത്ത് മനോഹരമായിട്ട് കിളുത്ത് വരട്ടെ. നമ്മുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പറയുന്നു, അവളുടെ ഭർത്താവ് അവളെ പ്രശംസിക്കട്ടെ. വേദപുസ്തകത്തിലെ വാക്യമാണ്. അനേകം തരണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരിലെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ഇങ്ങനെയുള്ളവർക്കാണ് ഈ പ്ലണ്ടർ അല്ലെങ്കിൽ കവർച്ച പങ്കിടാനുള്ള അധികാരം കിട്ടുന്നത്.
ലാവണ്യം വ്യാജ്യവും സൗന്ദര്യം വ്യർത്ഥവും. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ. അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ലോർഡ് ജീസസ്, നല്ലവനായ ദൈവമേ, വന്ധ്യയായ സ്ത്രീയെക്കുറിച്ച് ബാരൻ വുമൺ എന്നാണ് പറയുന്നത്. മച്ചിയായ സ്ത്രീ എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്താൽ ഗർഭം അടച്ചവരുണ്ട്. ദൈവം പിന്നെ മക്കളെ കൊടുത്തിട്ട് വന്ധ്യത മാറ്റിയവരുണ്ട്. ഞങ്ങളൊക്കെ ആത്മീയ ഗോളത്തിൽ വന്ധ്യതരാണ് ഉള്ളവർ. ആത്മാവിൽ ഞങ്ങൾ ദരിദ്രരാപ്പിച്ച ആ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു പ്രശ്നം എനിക്കുണ്ട്. ആത്മാവിൽ എനിക്ക് വളർച്ച സ്റ്റണ്ട് ചെയ്തിരിക്കുകയാണ്, അത് വളരുന്നില്ല എന്ന് മനസ്സിലാക്കി ഓടി നിൻ്റെ അടുക്കിലേക്ക് വന്ന് ചോദിക്കുക, നാഥ ഹൃദയത്തിലേക്ക് നിൻ്റെ ആത്മാവിനെ പകരണമേ. ദിനംതോറും പുതിയ മന്ന ഇട്ട് തരണമേ. നീ ഇടുന്ന മന്നകൾ ആ നല്ല വിത്തുകളായിട്ട് വീഴുന്നത് കർത്താവെ നല്ല വൃക്ഷം, ജീവവൃക്ഷമായിട്ട് വളർത്തിയിടുന്നു. അത് പടുകൂറ്റൻ വൃക്ഷമായിട്ട് വളർന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ അനേക പക്ഷികളും മനുഷ്യരും വന്ന് വിശ്രമിക്കുവാൻ തക്കവണ്ണം ഒരു കൂറ്റൻ വൃക്ഷമാക്കി മാറ്റണമേ. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ സ്വർഗത്തിൽ അംഗീകരിക്കുമെന്ന് വേദപുസ്തകം പറയുന്നുണ്ടല്ലോ. പ്രായമായ സ്ത്രീകൾ ചെറുപ്പക്കാരെ പഠിപ്പിക്കാനെന്നും വേദപുസ്തകം പറയുന്നുണ്ട്. അതൊക്കെ വല്ലവരും എടുത്തിട്ട് കാര്യം എന്ത് കർത്താവ്? എന്തുകൊണ്ടാണ് ചർച്ചുകളിൽ സഭകളിൽ അതിൻ്റെ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത്? ഞാനെന്ന ഭാവത്തിൽ എല്ലാവരും അവരവർ തികയിഞ്ഞിട്ട് ബാക്കിയുള്ളവർ മുകളിലോട്ട് കയറ്റാതെ പോലെ ഇരിക്കുന്ന ഒരു സാഹചര്യം സഭകളിൽ നിൽക്കുന്നത് എന്തുകൊണ്ട് കർത്താവ്? നിൻ്റെ പരിശുദ്ധാത്മാവ് പുതിയ വാതിലുകളെ വെട്ടി തുറക്കണമേ അപ്പച്ച. അടഞ്ഞ വാതിലുകളെ തുറക്കുക അപ്പച്ച. വന്ധ്യയായ സ്ത്രീ എന്ന് ഞങ്ങളെക്കുറിച്ച് പറയാൻ ഇടയാക്കരുത്. ആത്മാവിൽ വന്ധ്യയായാൽ എന്ത് സംഭവിക്കും അപ്പച്ച? സഭകളിലും അത് തന്നെയല്ലേ? സ്ത്രീ പുരുഷ ഭേദമന്യേ വന്ധ്യയായ അവസ്ഥയുണ്ട് കർത്താവെ. ഇങ്ങനെ പോയാൽ എങ്ങനെ നിൻ്റെ രാജ്യം വരും അപ്പച്ച? സ്വർഗരാജ്യം ഭൂമിയിലോട്ട് ഇറങ്ങി വരാൻ കഴിവുള്ള കുറേ പുരുഷന്മാരെ, സ്ത്രീകളെ, തീഷ്ണതയുള്ളവരെ ഉണ്ടാക്കിയെടുക്കണേ. അതാ നിൻ്റെ വചനം ചെന്ന് കൊണ്ടിട്ട് പലരോട് ഇന്ന് നീ സംസാരിക്കണം. ഇങ്ങനെ ഇരുന്നാൽ പോരാ. എത്രയോ പേർക്ക് എത്ര കഴിവുള്ളവരുണ്ട്, വാ തുറന്നൊരു വചനം പറയൂല, വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങത്തില്ല. അവരുടെ കംഫർട്ട് സോണിനകത്ത് അവരങ്ങ് ഇരിക്കുകയാണ്. അവർ ആ സുഖത്തിൽ നിന്ന് പുറത്തോട്ട് മാറൂല. അങ്ങനെ ഒരു കണക്ക് അവരുടെ ഭയമായിരിക്കും. നാഥൻ അവരെ ഉത്തേജിപ്പിക്കണം, സ്നേഹം കൊണ്ട് കഴിവുള്ളവരെ കൊണ്ട് പ്രചോദനം കുട്ടിപ്പിക്കണം. ഞാൻ അയക്കുന്ന നിൻ്റെ വചനങ്ങൾ ഓരോ ഭവനത്തിലും വന്നുകൊണ്ട് നല്ല വൃക്ഷങ്ങളാക്കി മാറ്റിയെടുക്കാൻ നീട്ടപ്പെടണം. വന്ധ്യയായ ഗർഭപാത്രമുള്ള സ്ത്രീയെന്നും വന്ധ്യയായ ഹൃദയമുള്ള പുരുഷന്മാരുണ്ട് കർത്താവെ. നീ മാറ്റം വരുത്താതെ ആരും മാറത്തില്ല, മാറ്റാൻ ഞങ്ങൾക്കോ കഴിയത്തില്ല. നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നീ ഉത്തരം തരും. വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾ കവർച്ച പങ്കിടുമെന്ന് അത് ദൈവത്തിൻ്റെ ആജ്ഞ വരുമ്പോഴാണ്. യേശു കർത്താവാകുന്ന ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാ നിറയുമ്പോൾ ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. നാഥൻ അത് ചെയ്തില്ല എങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ നശിച്ചു പോകും. തലമുറകളോട് കരുണ തോന്നുന്ന ദൈവം എഴുന്നള്ളി വന്ന് അവരെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറച്ച് സമയമായി തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഈ ആത്മാവിൽ അവരെ അയച്ചു കൊടുക്കുന്നതിന് സ്തോത്രം. എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലേക്ക് കയറി വരട്ടെ അപ്പച്ച. യാക്കോബിനെ പോലെ, യേശാവിനെ പോലെ വേട്ടയാടി നടന്ന് ഊടാടി നടക്കുന്ന ആത്മാവുള്ളവരെ വിളിച്ചു മാറ്റി യാക്കോബിനെ പോലെ ആക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനൊരു ഇസ്രായേലിനെ ഉണ്ടാക്കിയെടുത്താട്ടെ അപ്പച്ച. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ഓടി വന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.